ഈ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെന്റ് ഒരു വട്ടം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ടോ? എന്തുകൊണ്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നുള്ളതാണ് അതിലൊരു പ്രധാന കാര്യം. അപ്പോൾ വെരിക്കോസ് വെയിനുകൾ ഭൂരിഭാഗം രോഗികളിലും ഒരു പ്രത്യേക കാരണം നമുക്ക് കണ്ടുപിടുത്താൻ പറ്റത്തില്ല എന്തുകൊണ്ട് വെരിക്കോസ് വെയിൻ എന്ന്. ഈ വെരിക്കോസ് വെയിൻ നമ്മൾ പ്രൈമറി വെരിക്കോസ് വെയിനുകൾ എന്നാണ് പറയുന്നത്. അതിന് ചിലപ്പോൾ ഒരു ജനറ്റിക് കമ്പോണന്റ് ഉണ്ടാവാം, ഫാമിലി ഹിസ്റ്ററി ഒരു സിഗ്നിഫിക്കൻറ്റ് കമ്പോണൻ്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള രോഗികളിൽ പിന്നെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഒക്കുപ്പേഷണൽ ആയിട്ടുള്ള ആൾക്കാർ, ഒക്കുപ്പേഷണലി റിലേറ്റഡ് ആണ്. അതായത് കൂടുതൽ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മൾ ബസ്സിലെ കണ്ടക്ടർമാർ, ടീച്ചർമാർ, അതുപോലെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഇവർക്ക് എല്ലാവർക്കും വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് കണ്ടുവരും. അപ്പം ട്രീറ്റ്മെൻറ്റിന് ശേഷവും നമ്മൾ ആ ഒരു ഒക്കുപ്പേഷണൽ റിഹാബിലിറ്റേഷൻ, അതിന് ചെറിയ മോഡിഫിക്കേഷൻസ്, അതായത് നമ്മുടെ ജോലിയിൽ നമ്മൾ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ക്രമേണയായിട്ട് ആ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ബ്രേക്കുകൾ എടുക്കുക, അങ്ങനത്തെ വ്യത്യാസങ്ങൾ. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൂടുതൽ നിൽക്കേണ്ട സമയങ്ങളിൽ നമുക്ക് സ്റ്റോക്കിങ്സ് പോലുള്ള പ്രൊട്ടക്റ്റീവ് ഗാർമെൻറ്റ്സ് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്കൊരു മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് റെക്കറൻസ് കുറയ്ക്കാം. പക്ഷേ ഇന്ന് അല്ല നാളെ ഇത് റെക്കറൻസ് വരും, അല്ലെ വീണ്ടും വരുമെന്ന് പറഞ്ഞ് ഇന്ന് ചികിത്സിക്കാതിരിക്കുന്നത് നമുക്ക് അർത്ഥമില്ല. കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രോഗാവസ്ഥ വെരിക്കോസ് വെയിൻ അല്ലെ വെരിക്കോസ് അൾസറുകൾ, അത് ഈ പോയിന്റിൽ തന്നെ നമ്മൾ അത് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഒരു കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ടായിരിക്കും പോകും.